ആക്ഷൻ എങ്ങനെയെന്നുള്ള ചർച്ച തുടരുകയാണ്. തുടർ ചർച്ചയിൽ അതിഥികളായി ബിന്ദു കൃഷ്ണ കോൺഗ്രസിൽ നിന്നും, അഡ്വക്കേറ്റ് സി ഷുക്കൂർ നടൻ, അഭിഭാഷകൻ, VP സുഹറ എഴുത്തുകാരി എന്നിവരാണ്. അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് BJP നിന്നുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ അഭിഭാഷകൻ ചേരും. പരാതിക്കാരിയായ നടി കൂടി അല്പസമയത്തിനകം നമ്മോടൊപ്പം ചർച്ചയിലുണ്ടാകും. ആദ്യം ശ്രീമതി VP സുഹറ, ഇന്നിപ്പോൾ നിങ്ങൾ സുഹറയടക്കം 100 പേർ ഒപ്പിട്ട ഒരു പ്രസ്താവന, MLA സ്ഥാനവും ഇപ്പോൾ നിയമ നിർമ്മാണ സമിതിയിൽ നിന്നുള്ള സ്ഥാനവും അംഗത്വവും മുകേഷ് രാജിവെക്കണമെന്നുള്ളതാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? എന്തുകൊണ്ട് മുകേഷിനെതിരെ മാത്രമായൊരു പ്രസ്താവനയിലേക്ക് നിങ്ങൾ എത്തി? മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരാതികൾ നേരത്തെ ഉണ്ടായ ഒരു വ്യക്തിയാണ്. അത്തരമൊരു വ്യക്തിയെ വീണ്ടും ഈ നിയമസഭയിലേക്കൊക്കെ തന്നെ കൊണ്ടുവന്നത് തന്നെ വളരെ മോശമായ ഒരു കാര്യമാണ്. ഇപ്പം മുകേഷ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരാളോടൊന്നുണ്ട്. സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആരായിരുന്നാലും അവരെ മാറ്റുക തന്നെ ചെയ്യണം. അത് ചെയ്യാതിരിക്കുന്ന കാലത്തോളം ഗവൺമെൻറ്റിൻ്റെ മുഖമാണ് വികൃതമായിരിക്കുക. കാരണം മുകേഷിനെതിരെ നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. ഒരു ആരോപണ വിധേയരായ ആളുകളെ സംരക്ഷിക്കാൻ. അപ്പം അധികാര കേന്ദ്രങ്ങളുടെ സ്വാധീനമുണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാമെന്നുള്ള ഒരു സന്ദേശമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. മുകേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്. പിന്നെ സിനിമാ രംഗത്ത് വളരെ കാലമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ കണ്ടുവരുന്ന ഒരുപാട് പെൺകുട്ടികളെ കരച്ചിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഇങ്ങനെ ആരോപണ വിധേയരായവരൊക്കെ തന്നെ നിയമസഭകളിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടും നിൽക്കണമെന്നാണോ ഞങ്ങൾ പറയേണ്ടത്? ഞങ്ങൾക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്. കാരണം സ്ത്രീകൾക്കെതിരെ അതിക്രമം ചെയ്യുന്ന ആരായിരുന്നാലും അവർ ശിക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ അവരെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് വളരെ വിപ്ലവകരമായ ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി എന്ന ജസ്റ്റിസ് ഹേമയെ നിർത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പോൾ ആ കമ്മിറ്റി രൂപീകരിച്ചത് തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവമാണ്. അതിനെപ്പോലും തകിടം മറിച്ചുകൊണ്ട് ഇരട്ടത്താപ്പുള്ള നിലപാടാണ് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കപ്പെടുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുഖം വികൃതമായിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗവൺമെൻറ് ഇത്തരം ആളുകളെ സംരക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, സ്ത്രീകളുടെ സുരക്ഷയാണ് അവർ ഉറപ്പാക്കേണ്ടത്. അപ്പം മേഡം ചോദിച്ച പോലെ അത് നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിലുള്ള വിരോധമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അതിക്രമങ്ങൾ ഉണ്ടാവാൻ പാടില്ല. സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. അതുമാത്രമാണ് ഞങ്ങളുടെ നിലപാട്. ഇങ്ങനെയുള്ള ഓരോ ആളുകളെയും സംരക്ഷിക്കാൻ നിന്നാൽ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? ശരി, ഇത്തരം ആളുകളൊക്കെ തന്നെ അധികാര കേന്ദ്രങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു. തീർച്ചയായും ഈ സിനിമാ നയം രൂപീകരിക്കുന്ന സമിതിയിൽ നിന്ന് ഒഴിയാൻ CPM ആവശ്യപ്പെട്ടിട്ടും നിലവിലും അദ്ദേഹം തുടരുകയാണ്. ഇന്നും അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ആയിട്ടില്ല എന്നുള്ളതാണ്. ബിന്ദു കൃഷ്ണ, ഇപ്പോൾ ആക്ഷൻ ഓൺ ഹേമ റിപ്പോർട്ട് എന്ന പേരിൽ നിങ്ങൾ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ സമര പരിപാടികളുണ്ട്. പക്ഷേ ആ സമര പരിപാടികളിലൊന്നും മുകേഷിന്റെ രാജി, അതായത് MLA സ്ഥാനത്തു നിന്നുള്ള രാജി എന്നൊരു ആവശ്യം കോൺഗ്രസിനില്ല, അല്ലേ? അത് വിൻസെന്റിന്റെ കാര്യത്തിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും CPM എടുത്ത നിലപാടിലുള്ള പ്രത്യുപകാരം എന്ന നിലയ്ക്കെടുക്കുന്ന സമീപനമാണ്. ഒരിക്കലും അങ്ങനെയല്ല. മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും പ്രതിപക്ഷ നേതാവ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് MLA സ്ഥാനം രാജിവെക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അത് CPM-ന് വിടുന്നു ആ തീരുമാനം എന്നാണ് പറയുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനമാണ്. പൊതുജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കൃത്യമായി പറയുമ്പോൾ CPM അത് എടുക്കുമെന്ന പ്രതീക്ഷയാണ് ആദ്യ ദിവസങ്ങളിൽ കൊടുക്കുന്നത്. പക്ഷേ ആ രാജി ഇല്ലാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുമ്പോൾ തീർച്ചയായും മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ ശക്തമായ പോരാട്ടങ്ങൾ സംസ്ഥാനത്തെമ്പാടും ഉണ്ടാകും. ഇപ്പോൾ കൊല്ലത്ത് എല്ലാ ദിവസവും
ശ്രീ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തര സമര പോരാട്ടങ്ങൾ മുഴുവൻ സമയവും ഇപ്പോൾ പോലും അത്തരമൊരു സമരത്തിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് കടന്നു വരുന്നത്. മുകേഷിൻ്റെ രാജി ആവശ്യം ശ്രീമതി VP സുഹ്റ വളരെ വ്യക്തമായി പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഇന്ന് വരെ ഒരു രാഷ്ട്രീയ നേതാവിനും അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്കും നേരെ ഉയർന്നു വരാത്തത്ര എണ്ണം പരാതികളും ആരോപണങ്ങളുമാണ്, പീഡന അനുഭവങ്ങളുമാണ് ഒരു ജനപ്രതിനിധിയായ ശ്രീ മുകേഷിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ കേരള മന്ത്രിസഭയിലെ അംഗമായ ശ്രീമതി വീണ ജോർജ് ഇന്ത്യ വിഷൻ്റെ അവതാരകയായിരുന്ന സമയത്ത് അവർ ശ്രീ മുകേഷിൻ്റെ ആദ്യ ഭാര്യയോട് നടത്തിയ ഇൻ്റർവ്യൂ അന്നും നമ്മളെയൊക്കെ വേദനിപ്പിച്ചു. ഇപ്പോൾ വീണ്ടും ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ കണ്ണീരോടെ അല്ലാതെ ഒരാൾക്കും മുകേഷിൻ്റെ ചെയ്തികളെ ഓർത്ത് ആ പ്രവർത്തികളെ ഓർക്കാൻ കഴിയില്ല. അതിനും ഇപ്പുറം 2018 മീറ്റു ആരോപണത്തിലായാലും അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായെങ്കിലും പുറത്തു വന്നപ്പോൾ കേരളത്തിലുണ്ടായ സാമൂഹിക മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്ന അല്ലെങ്കിൽ ഇത്തരം തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞാൽ പ്രൊഫഷനും പാഷനും ജീവിതവും തന്നെ നഷ്ടപ്പെടുന്ന സാമൂഹ്യ സാഹചര്യമായിരുന്നു സിനിമകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹം നിയമം തങ്ങൾക്ക് സുരക്ഷ ഒരുക്കും, ഈ പീഡനം നാളുകളിൽ ഒരാൾക്കും ഉണ്ടാകാതെ ഒരു ജാഗ്രതയും അതോടൊപ്പം കുറ്റകൃത്യം ചെയ്തവർക്ക് ശിക്ഷയും വാങ്ങിക്കൊടുക്കാൻ അന്തരീക്ഷമുണ്ട് എന്ന് കരുതി പുറത്തു വന്ന വനിതകൾ അവർ നിർഭയരായി ആരോപണം പറയുമ്പോൾ മണിക്കൂറുകൾ പിന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ട് ഇപ്പോൾ നിൽക്കുമ്പോഴും സിദ്ദിഖിനെതിരെ അല്ലാതെ ഒരു FIR പോലും രഞ്ജിത്തിനും അല്ലാതെ ഒരു FIR പോലും ഇടുന്നില്ല. മുകേഷ് എന്ന് പറയുന്ന CPM MLA വളരെ കാര്യമായി സംരക്ഷിക്കുകയാണ്. ഇത് പാർട്ടിക്കും CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനു കൂടി ദോഷമാണ്. കാരണം നാഴികയ്ക്ക് 40 വട്ടം നാക്കെടുത്താൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് മാത്രം പറയുന്ന പ്രസ്ഥാനം സിനിമാ മേഖലയിലെ 4 താരങ്ങൾക്കെതിരെ അടക്കം 7 പേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ മൊഴി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് SIT. അതെ, SIT മൊഴി രേഖപ്പെടുത്തൽ മാത്രം അവശേഷിക്കുകയാണല്ലോ. ഞാനോ സ്മൃതിയോ അടങ്ങുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായിരുന്നെങ്കിൽ FIR എപ്പോഴേ ലോഡ്ജ് ചെയ്യുമായിരുന്നു, അല്ല എന്ന് പറയാൻ പറ്റുമോ? അതാണ് ഈ ശ്രീ മുകേഷിനെ വഴി വിട്ട് കേരളത്തിലെ CPM സംരക്ഷിക്കുന്നതിന്. ഞാൻ കൊല്ലത്താണുള്ളത്. കൊല്ലത്തെ പാർട്ടിയിലെ ഭൂരിപക്ഷം പേരും മുകേഷിൻ്റെ ഈ ദുർനടപടികൾ ഇത് മാത്രമല്ല അല്ലാതെയുള്ള മറ്റ് പ്രവർത്തനങ്ങളിലുമൊക്കെ തികച്ച മതപ്തരാണ്. പക്ഷേ അതൊന്നും കേൾക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ല. സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ശ്രീ മുകേഷ് ഏറ്റവും വേണ്ടപ്പെട്ടവനായതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പേജുകൾ ഒഴിവാക്കി എന്നുവരെ പലരും പറയുന്നത് കേൾക്കുവാൻ ഇടയായി. അത് വിശ്വസിക്കാനേ ഈ സമയത്ത് കഴിയുകയുള്ളൂ. അത്രമേൽ CPMൻ്റെ MLA സംരക്ഷിക്കുന്നു. ഒരാരോപണമെങ്കിൽ മനസ്സിലാക്കാം, രണ്ടാണേ മനസ്സിലാക്കാം. റെക്കോർഡ് പീഡന പരാതിയിൽ റെക്കോർഡ് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു MLA ആ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സിനിമാ നയരൂപീകരണ സമിതിയിൽ അംഗമായ അദ്ദേഹം അത് രാജിവെക്കണമെന്ന് ആദ്യ ദിവസം മുതൽ മുറവിളി ഉണ്ടാകുന്നു. ഇന്നലെ രാവിലെ കേട്ടത് CPM തന്നെ ആ നിർദ്ദേശം നൽകി എന്നാണ്. ഈ നിമിഷം വരെ അതിൽ നിന്ന് പോലും രാജിവെക്കാതെ ആ പാർട്ടിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്ന ഒരാളെ, പാർട്ടിക്ക് വേണ്ടി ഒരു പ്രവർത്തനങ്ങളിൽ ഇടപെടാത്ത ഒരാളെ ലാറ്ററൽ എൻട്രിയോടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ദുര്യോഗം ഏറ്റവും കൂടുതൽ CPM അനുഭവിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് കൂടി വീണ്ടും സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് കേരളത്തിലെ CPMൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ത്രീ അവകാശങ്ങളുടെ നിലപാട്? ഇന്ന് VP സുഹ്റ അടക്കമുള്ള KR മീര അടക്കമുള്ള അറിയപ്പെടുന്ന സാഹിത്യ സാംസ്കാരിക രംഗത്തെ അങ്ങനെ ഒരുപാട് പേർ, KR മീര അടക്കം, K അജിത, VP സുഹ്റ അടക്കം നിരവധി പേർ ഒപ്പിട്ട പ്രസ്താവനയാണല്ലോ. 100 വനിതകളുടെ ഒപ്പാണ്, 100 വനിതകൾ ഒരുമിച്ചെടുത്ത നിലപാടാണ്. അഡ്വക്കേറ്റ് C ഷുക്കൂർ, ഇപ്പോൾ ഈ സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. AMMയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ നയരൂപീകരണം ഇനി എങ്ങനെയാകണം മലയാള സിനിമ എന്ന ആലോചനകളിലേക്ക് കടക്കുമ്പോൾ അതിൽ ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളടക്കം അവിടെ മുന്നിലുള്ളപ്പോൾ ഈ ആരോപണ വിധേയൻ എങ്ങനെയാണ് ഈ സമിതിയിൽ തുടരുക, നയരൂപീകരണ സമിതിയിൽ ഉണ്ടാവുക? അതിൽ നിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ടിട്ടും ഇപ്പോഴും ഒഴിയാതെ നിൽക്കുന്നു. അപ്പുറത്തെ MLA സ്ഥാനത്തും അദ്ദേഹം കടിച്ചു തൂങ്ങി നിൽക്കുന്നു. MLA സ്ഥാനം ഒഴിയാൻ പാർട്ടി ആവശ്യപ്പെടുന്നുമില്ല. എന്താണ് മുകേഷിന് മാത്രം പ്രത്യേകത? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായും കേരളത്തിലെ സാംസ്കാരിക സിനിമാ രംഗം ഒരു ട്രാൻസിഷൻ പീരീഡിലാണ്. വലിയ മാറ്റം വരാൻ പോവുകയാണ്. നമ്മളിപ്പം ബിന്ദു കൃഷ്ണ പറയുന്ന ഭാഷയും ഒന്നും എനിക്ക് ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, ഇത് രാഷ്ട്രീയം മാത്രം കലർത്തുന്ന, ഭരിക്കുന്ന പാർട്ടിയെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എനിക്ക് താല്പര്യമില്ല. നമ്മൾ
വളരെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ വ്യക്തമായി മുഖ്യമന്ത്രി പറഞ്ഞതാണ്. സ്മൃതിക്ക് അറിയാം. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞത് വ്യക്തികൾ പരാതിയുമായി വന്നാൽ തീർച്ചയായും ബന്ധപ്പെട്ട രീതിയിൽ ആർക്കെതിരെ കേസെടുക്കും. അതിൽ യാതൊരു വ്യത്യാസവും മുകേഷിൻ്റെ കാര്യത്തിൽ നിന്നല്ല ഒരാളുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ 17 പേർ രാജിവെച്ചു. അതിൽ 4 പേർ രാജിവെക്കാൻ താല്പര്യമില്ലാന്ന് അവർ പറഞ്ഞു. തീർച്ചയായും കേരളത്തിലെ സിനിമാ മേഖലയിൽ അമ്മ എന്ന സംഘടനയ്ക്ക് വലിയ പങ്കുണ്ട്. അവർ കൃത്യമായ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നൊരു സംഘടന തന്നെയാണ്, നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. എങ്കിലും അവരുടെ അംഗങ്ങൾക്കെതിരെ വരുന്ന പരാതികളെ, അതൊരു സംഘടനയാണ്, ആ പരാതികളെ അവരുടെ തന്നെ അംഗങ്ങളായ വനിതാ അംഗങ്ങൾ നൽകുന്ന പരാതി അഡ്രസ്സ് ചെയ്യുന്നതിൽ അവർക്ക് പരാജയപ്പെട്ടിരുന്നു. പല ഘട്ടങ്ങളിലും കൃത്യമായി അത് അഡ്രസ്സ് ചെയ്യുകയോ അതിന് പരിഹാരം ഉണ്ടാക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, അത്തരം കുറ്റകൃത്യങ്ങളിൽ പെടുന്ന പുരുഷന്മാരെ സഹായിക്കുന്ന പല സമീപനം ഉണ്ടായി. ഇപ്പം തന്നെ അമ്മയുടെ ഭാരവാഹികളായ, അമ്മയുടെ ആക്റ്റീവായ പല അംഗങ്ങളും 2017 നമ്മുടെ നടിയെ ആക്രമിക്കുന്ന കേസിൽ പോലീസിന് കൊടുത്ത 161-ഉം അതിനുശേഷം മജിസ്ട്രേറ്റ് മുമ്പാകെ കൊടുത്ത 164-ഉം ആ മൊഴിയിൽ ഉറച്ചു നിൽക്കാതെ ആ പ്രതിയാക്കപ്പെട്ട ആളെ, 10ാം പ്രതിയാക്കപ്പെട്ട ആളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സെഷൻസ് കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞ കാര്യം നമുക്കറിയാം. അത് റിപ്പോർട്ടർ വിശദമായി ആരൊക്കെയാണ് മൊഴി മാറ്റിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൊഴി മാറ്റിയ ആൾ തന്നെയാണ് പിന്നെ അമ്മയുടെ ഭാരവാഹികളായി വരുന്നത്. അതിൻ്റെ അർത്ഥം അമ്മ എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന പലർക്കും ഇതൊരു നൈതികമായ ധാർമ്മികമായ വിഷയമായി തോന്നുന്നേയില്ല. അതിൽ മാറ്റം വരാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് തുടർന്നുണ്ടായ സംഗതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം മുകേഷ് അടക്കമുള്ള ആൾക്കാരും, അദ്ദേഹം വലിയ വളരെ സീനിയറായ ഒരു ആർട്ടിസ്റ്റാണ്. കേരളത്തിലെ ഒരുപാട് ഫാൻസിൻ്റെ ആളാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ശ്രീമതി ബിന്ദു അവർ പറഞ്ഞല്ലോ, മന്ത്രി വീണ ജോർജുമായി നേരത്തെ ഇന്ത്യ വിഷനിലെ സമയത്ത് നടത്തിയൊരു ഇൻ്റർവ്യൂ നമ്മളൊക്കെ കാണുന്ന ഇൻ്റർവ്യൂ ആണ്. അതൊരു പ്രത്യേകത. ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അതൊരു ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ടൊരു സംഗതി. ആ ക്രൈം നടക്കുന്നത് വിതിൻ ദ വാൾ ഓഫ് ദർ ഹോമാണ്. ആ സ്ഥലത്ത് നടക്കുന്ന ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ഒരു പരിധിയുണ്ട് ഇതിൽ ഇടപെടുന്നതിൽ. പ്രത്യേകിച്ച് അവരുടെ ഭാര്യ ആർട്ടിസ്റ്റാണ്, വളരെ ശ്രദ്ധേയമായ സിനിമയിലുണ്ടായിരുന്ന ഒരാളാണ്. അവർ പോലീസിലോ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ പരാതിപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് കേട്ടോ. അറിവ് തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യുക. അവർ പരാതിപ്പെടാത്ത കാലത്തോളം മുകേഷിനെതിരെ അന്നൊരു കേസും വന്നിട്ടില്ല. അതിനുശേഷം ഉണ്ടായ മീറ്റു വന്ന സമയത്തും മീറ്റുവിൽ വന്നയാളും ആരും പോലീസിൽ പരാതി കൊടുത്തുകയോ കേസാക്കുകയോ ചെയ്തിട്ടില്ല. അതിനുശേഷം ഇപ്പോഴുണ്ടായ സംഭവം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിട്ടതിന് ശേഷം പിറ്റേ ദിവസം മുഖ്യമന്ത്രി വിളിച്ച പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായി പരാതി ലഭിച്ചാൽ കേസെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ ഈ SITക്ക് അധികാരം ഉണ്ടോ എന്നൊക്കെയാണ് ഇപ്പം ഭയങ്കരമായ ചർച്ച. സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കാണ് FIR രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം. SIT രൂപീകരിക്കുക വെച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടും പലരും പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറായില്ല. ആ ഘട്ടത്തിൽ പരാതി ഉള്ളവർക്ക് പരാതി ഫ്രീ ആയി, യാതൊരു സമ്മർദ്ദവുമില്ലാതെ, കൊയേഷൻ ഇല്ലാതെ, അൺഡൂ ഇൻഫ്ലുവൻസ് ഇല്ലാതെ, ഒരു സമ്മർദ്ദവുമില്ലാതെ പരാതി പറയാനുള്ള സ്റ്റേജ് ഒരുക്കുക മാത്രമാണ് SIT ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട SIT എന്ന് പറയുന്നത്, നമ്മളിപ്പം പീഡനത്തിന് വിധേയമായ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്, ഈ ഇരയാകപ്പെട്ട സ്ത്രീകൾക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്, അവരുടെ മാനസിക ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി വ്യത്യസ്തമായ രീതികൾ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ നേരത്തെ ഉണ്ടായ പല അക്രമങ്ങളിലും ആരോപണങ്ങൾ ഉയരുമ്പോൾ ശ്രീ അഡ്വക്കേറ്റ് സി ഷുക്കൂർ, ഇവർക്ക് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള ചികിത്സ നൽകാൻ ഇപ്പോൾ സർക്കാർ തുനിയേണ്ട, അതിന് വേറെ സംവിധാനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ സർക്കാർ ചെയ്യേണ്ട, സർക്കാരാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപടി. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ, ഒരു മിനിറ്റ് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ ശ്രീ ഷുക്കൂർ, ഒന്ന് പൂർത്തിയാക്കിയ ശേഷം എൻ്റെ ചോദ്യം ഇതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ട് കൊടുക്കുന്നത് എന്തിനാണ്? വെറുതെ അത് അവിടെ എടുത്തു വെക്കാനല്ലല്ലോ, അതിന്മേൽ ആക്ട് ചെയ്യാനാണല്ലോ. അതിന്മേൽ ഒരു കാര്യത്തിലും ആക്ട് ചെയ്തിട്ടില്ല 4.5 വർഷം. ഇനിയിപ്പോൾ താങ്കൾ പറയുന്നു അതിലെ മറ്റു നിർദ്ദേശങ്ങൾ, കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ, IC അടക്കമുള്ള കാര്യങ്ങൾ ഇല്ല, ആ കാര്യങ്ങളും വൃത്തിയായി നടപ്പാക്കിയിട്ടില്ല, അതിൻ്റെ പരാതികൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു കാര്യവും ചെയ്യാതെ അവിടെ എവിഡൻസ്, കൃത്യമായ തെളിവുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് സർക്കാർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ആ തെളിവുകൾ അനക്കാതെ വെക്കുകയും ഇപ്പോൾ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾ, അത് ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തവരല്ല, പുറത്ത് പലവരും വെളിപ്പെടുത്തൽ നടത്തുന്നു, എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെയൊക്കെ വിശ്വാസ്യതയൊക്കെ നമുക്ക് എത്രത്തോളം ഉറപ്പുവരുത്താനാകുമെന്ന് പറയാൻ പറ്റില്ല. അതിന്മേൽ അന്വേഷിക്കാനായിട്ടാണ് SIT രൂപീകരിച്ചിരിക്കുന്നത്. SITക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അല്ലെങ്കിൽ അതിലെ മൊഴികളിലേക്ക് അങ്ങോട്ട് നോക്കണ്ട എന്ന് SITക്ക് നിർദ്ദേശമുണ്ടെന്നേ. അപ്പോഴെന്താണ് അതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്?
താങ്കൾ ഈ പറയുന്ന അവരുടെ സ്വകാര്യത, അവരുടെ സ്വകാര്യതയെക്കുറിച്ച് താങ്കൾ കുറേ നേരമായി പറയുന്നുണ്ടല്ലോ, അവരുടെ മാനസിക ബുദ്ധിമുട്ടൊക്കെ താങ്കൾ പറയുന്നുണ്ടല്ലോ. അവർ തന്നെ വന്ന് പരാതി പറയണമെന്ന് താങ്കൾ പറയുകയാണ്. അതെന്താണ്? ഞാൻ പറയട്ടെ സ്മൃതി, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരു കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത്, കമ്മീഷൻ റിപ്പോർട്ടിന്റെ പുറത്തോ FIR പറ്റില്ല എന്ന് നമ്മൾക്ക് അറിയാവുന്നൊരു സംഗതിയാണ്, ബേസിക്കായ സംഗതിയാണ്. നമ്മൾ ഓരോ ഇൻസിഡൻറ്റ് സെപ്പറേറ്റ് FIR വേണം. വേറൊരാളെ മുമ്പാകെ കൊടുത്ത ഒരു പരാതിയുടെ പുറത്ത് ഒരു SHOക്ക് FIR ഇടാൻ കഴിയില്ല. നമ്മൾ നേരിട്ട് മനസ്സിലാക്കാതെയാണോ? ഞാൻ പറയട്ടെ പ്ലീസ് സ്മൃതി, ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ആക്കട്ടെ. നിങ്ങൾ ഇടയിൽ കയറി പറയല്ലേ. രണ്ടാമത്തെ സംഗതി, ഹൈക്കോടതി തീരുമാനം എടുത്തില്ലല്ലോ. ഹൈക്കോടതി കേസിൻ്റെ ഇടയിൽ പറയുന്ന കമൻറ്റ് തീരുമാനമായി വരും. ഹൈക്കോടതി വിധിന്യായം പറയട്ടെ എന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി പറയുന്നത് എന്താ, അന്ന് മൊഴി കൊടുത്തവരും പുതുതായി മൊഴി കൊടുക്കാൻ താല്പര്യമുള്ളവരും ആരൊക്കെയുണ്ടോ അവർക്ക് FIR ഇടാൻ വേണ്ടി പരസ്യമായി FIR സ്റ്റേറ്റ് വരുന്ന രീതിയിലേക്ക് SHOമാരുടെ മുമ്പിലേക്ക് എത്താവുന്ന രീതിയിൽ മുന്നോട്ട് വന്നാൽ അവർക്ക് അനുകൂലമായ സമീപനം എടുക്കുന്നില്ല. സ്മൃതി പറഞ്ഞ വളരെ തെറ്റായ സംഗതി, നമ്മൾ പറയുന്നത് വളരെ തെറ്റായ സംഗതി എന്താ വെച്ചാൽ, ആ റിപ്പോർട്ടിനെ പുറത്ത് തീരുമാനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്ന് 4 സിനിമകൾ വനിതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ. ആ റിപ്പോർട്ടിന് ശേഷം ഉണ്ടായ സംഗതിയാണ്. ഡൈവോഴ്സ് എന്ന് പറയുന്നത് 4, നിങ്ങളുടെ സുഹൃത്ത് വിധു വിൻസെന്റ് അടക്കം സിനിമ നിർമ്മിച്ചത് ഗവൺമെന്റ് സഹായത്തോടെ അല്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 4 സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ച ആവശ്യമാണ്. അല്ലല്ലല്ല, നമ്മള് കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ അടക്കം ഇനി കോൺക്ലേവിൽ ചർച്ച ചെയ്യുമെന്നല്ലേ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്? ശ്രീ ഷുക്കൂർ, താങ്കൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, താങ്കൾ ഒരേ സമയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മാനസിക പ്രശ്നം, മൊഴി കൊടുത്തവരുടെ മാനസിക പ്രശ്നം, അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നതിനെ കുറിച്ച് വരെ താങ്കൾ വ്യാകുലനാകുന്നുണ്ട്. ഒരേ സമയം അവർ തന്നെ SHOയുടെ അടുത്ത് പോയിട്ട് പരാതി കൊടുക്കുകയും വേണം. വിചിത്രം തന്നെ. അല്ലെന്നേ, നമ്മൾ SHOയുടെ അടുത്ത് കൊടുക്കുന്ന പരാതി കൊടുക്കേണ്ട സ്റ്റേജിലേക്ക് അവർ എത്തിക്കണ്ടേ? അവർക്ക് ധൈര്യം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണ്ടേ? നിങ്ങൾ പല ഘട്ടങ്ങളും പറയുന്നത് വളരെ ശക്തന്മാരാണ്, ഈ സിനിമാ മേഖലയിൽ അതിശക്തന്മാരാണ്, അതിശക്തന്മാർക്ക് എതിരെ ആരും പരാതി കൊടുക്കാൻ ധൈര്യം വരില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ലാന്ന്. ധൈര്യം കൊടുക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ ശേഷം ശ്രീ ഷുക്കൂർ, ധൈര്യം കൊടുക്കുന്ന ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ? 4.5 വർഷം അതിന്റെ ഭരണത്തിരുന്നു. അതിനുശേഷം നടത്തിയ പ്രതികരണങ്ങൾ, ആർക്കാണ് ധൃതി, ആർക്കാണ് തിടുക്കമെന്നുള്ള ചോദ്യം, അതിനുശേഷം നടത്തിയ പ്രതികരണങ്ങൾ, ആരോപണ വിധേയരായവർ, പ്രതിക്കൂട്ടിലായവർക്ക് പിന്തുണ നൽകുന്ന പ്രതികരണങ്ങൾ, പ്രഗത്ഭൻ, വിദഗ്ധൻ, എന്തൊക്കെ കേട്ടു? അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, നിങ്ങളെ സംബന്ധിച്ച് മുകേഷ് രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം പറയുന്നത്. പക്ഷേ കേന്ദ്രമന്ത്രിയും നിങ്ങളുടെ നേതാവുമായ സുരേഷ് ഗോപിയുടെ പ്രതികരണം അങ്ങനെയായിരുന്നില്ലല്ലോ. കോടതി പറയും എന്ന് പറയുകയും ചെയ്തു. പിന്നീട് മാധ്യമങ്ങളെ അപമാനിക്കുകയും മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിപ്പോൾ പോലീസ് കേസിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പറയാനുള്ളത്? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം മുകേഷിന്റെ കാര്യത്തിൽ BJPക്ക് 2 സ്വരമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെ ഒരു സ്വരമുണ്ട് എന്നുള്ളത് സ്മൃതിക്ക് തോന്നേണ്ട ആവശ്യമില്ലല്ലോ. കാരണം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുകേഷിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം ഒരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ച് ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള പ്രതികരണമാണ്. അതിന് രണ്ടാമതൊരു ചിന്തയെ സംബന്ധിച്ചുള്ള സാഹചര്യം തന്നെയില്ലല്ലോ. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ആ റിപ്പോർട്ടിൽ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അതിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിചേർക്കപ്പെടേണ്ട ആളുകൾ, ഇതിൽ ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ച് ഈ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ സ്വീകരിച്ച ആളുകൾ, അന്വേഷണ റിപ്പോർട്ട് ആർക്കാ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ഈ സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്കും അതിന്റെ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയും അടക്കമുള്ള ആളുകൾക്കല്ലേ അത് നൽകപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നൽകപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിന്റെ 86-ാമത്തെ പാരഗ്രാഫും 96-ാമത്തെ പാരഗ്രാഫും 2 എണ്ണം മാത്രം വായിച്ചാൽ മതി. ഈ റിപ്പോർട്ടിന്റെ ആ 2 പാരഗ്രാഫ് എടുത്ത് വായിച്ചാൽ, അതിൽ പ്രത്യേകിച്ച് 96-ാമത്തെ പാരഗ്രാഫ് എടുത്ത് വായിച്ചാൽ ഈ റിപ്പോർട്ട് തന്നെ, നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് ഷുക്കൂർ സൂചിപ്പിച്ചത്, ഏതെങ്കിലും ഒരു കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ, FIR എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് നടക്കില്ല.
കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടല്ലല്ലോ ഇറക്കേണ്ടത്. അതിൽ കൊടുത്തിട്ടുള്ള മൊഴികൾ, അതിൽ സ്വീകരിക്കപ്പെട്ടുള്ള രേഖകൾ, ഈ കമ്മിറ്റി എങ്ങനെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? അതൊരു വിഷയത്തിന്റെ പുറത്ത് കൂടുതൽ അന്വേഷണം നടത്താൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കമ്മിറ്റി. ആ കമ്മിറ്റിക്ക് കിട്ടിയിട്ടുള്ള മൊഴികളും ആ കമ്മിറ്റിക്ക് കിട്ടിയിട്ടുള്ള തെളിവുകളും അവരുടെ മുന്നിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങൾ 96-ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി പറയുകയാണ് കമ്മിറ്റി. അത് പറഞ്ഞതിന് ശേഷം ഈ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടി. അതിൽ ഏറ്റവും ഒഴിവാക്കപ്പെടേണ്ട, അതല്ലെങ്കിൽ തങ്ങളുടെ ഗവൺമെന്റിനെ ബാധിക്കുമെന്ന് തോന്നുന്നു, അതല്ലെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ വരുന്ന സമയത്ത് അതിൽ വ്യക്തികൾ ഉണ്ടാകാം, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ ആ പേജുകൾ ഇതിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, പാരഗ്രാഫുകൾ മാറ്റിയിരിക്കുന്നു, പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതെല്ലാം മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്, അതല്ലെങ്കിൽ സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന മുഴുവനായിട്ടുള്ള റിപ്പോർട്ട്, അതിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രം മതിയല്ലോ ശ്രീ ഷുക്കൂർ. എനിക്ക് അങ്ങയോട് ഒറ്റ വിനീതമായ ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. ഒരു കോഗ്നിസിബിൾ ഒഫൻസ് നടന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ഒരു മുൻ ഹൈക്കോടതി ജഡ്ജി അടക്കമുള്ള സമിതി, ഒരു മുൻ ചീഫ് സെക്രട്ടറി അടക്കമുള്ള സമിതി, അവർക്ക് നിയമം അറിയാത്ത ആളുകളല്ലല്ലോ. അവർ ഇതെല്ലാം കേൾക്കുകയും ഇതെല്ലാം പരിശോധിക്കുകയും ഇതെല്ലാം എഴുതിയെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടാക്കുകയും അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവുകയും എല്ലാം ചെയ്തതിന് ശേഷം ആ റെക്കോർഡ് അടങ്ങുന്ന മുഴുവൻ രേഖകളും അവർക്ക് കേസെടുക്കാൻ കഴിയില്ലല്ലോ. അവർ അതിനാണ് നടപടിയെടുക്കാൻ വേണ്ടി ഒരു സർക്കാരിനെ ഏൽപ്പിച്ചത്. ആ സർക്കാർ എന്താ ചെയ്തത്? 4.5 വർഷക്കാലം ഈ റിപ്പോർട്ടിന്റെ പുറത്ത് കയറി ഇരുന്നു എന്നുള്ളതല്ലാതെ അതിൽ പുറത്തേക്ക് വിടേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ചില പേജുകൾ മാറ്റി, ചില പാരഗ്രാഫുകൾ മാറ്റി, തങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം പുറത്തേക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായി. ഞാനൊന്ന് ചോദിക്കട്ടെ ശ്രീ ഷുക്കൂർ, അങ്ങ് ഇതിൽ റിപ്പോർട്ടിൽ നടപടിയെടുക്കാൻ കഴിയില്ല, FIR എടുക്കാൻ കഴിയില്ല എന്നെല്ലാം പറഞ്ഞല്ലോ. ഇതിനെ ഒരു FIS ആയി എടുത്തുകൊണ്ട് DGPക്ക് കൈമാറി എന്തുകൊണ്ട് ഇതിലൊരു അന്വേഷണം നടത്തി FIR അവിടെ നിൽക്കട്ടെ, ഇതിന്റെ FIS ആയിട്ട് എടുക്കാമല്ലോ. അപ്പൊ അതിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ 7 അംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് വരാം, താല്പര്യമുള്ളവർക്ക് വരാം, പരാതി കൊടുക്കാം എന്തെല്ലാം പറയുന്നത്, അന്ന് പരാതി കൊടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരെ കണ്ട് മൊഴിയെടുത്ത് അന്ന് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇതിൽ എത്ര FIRകൾ വീഴുമായിരുന്നു ശ്രീ ഷുക്കൂർ? അങ്ങൊന്ന് പരിശോധിക്കണ്ടേ ഇതിനെ സംബന്ധിച്ച്? ആ 96-ാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കണ്ടേ? അതിൽ എത്ര ഒരാളെ കുറിച്ചല്ല പറയുന്നത്, ഒന്നിൽ കൂടുതൽ ആളുകൾ, അത് മാത്രമല്ല അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന് പറയുന്നു. ആരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ്സിനെ സംബന്ധിച്ച് അത് FIS എടുത്ത് FIR ഇടുന്നതിന് മുൻപ് അവരുടെ മൊഴിയെടുത്ത് അത് ഒരു കോഗ്നിസിബിൾ ഒഫൻസ്, പ്രത്യേകിച്ച് ഗൗരവതരമായിട്ടുള്ള ഒഫൻസ്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരാൾ ഒരു കൊലപാതകം ചെയ്തു എന്ന് ഒരു ലീഗൽ അതോറിറ്റിയുടെ മുൻപിൽ പറയാൻ, ഒരു സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ മുൻപിൽ പറയാൻ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളെ സംബന്ധിച്ച്, ഇനി കൊലപാതകം നടന്നതിനെ സംബന്ധിച്ച് അവരുടെ വീട്ടുകാർ വന്ന് പറയട്ടെ, അല്ലെങ്കിൽ മരിച്ചുപോയ ആൾ വന്ന് പറയട്ടെ എന്നൊക്കെ പറയുന്ന ന്യായീകരണമായിട്ട് ഇരിക്കുകയാണോ വേണ്ടത്? ആ തരത്തിലാണോ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ? കൃത്യമായി ഒരു കുറ്റം ചെയ്തിരിക്കുന്നു, അത് ഗൗരവതരമായ കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ DGP കേസെടുക്കണ്ടേ? DGP ഒരു അന്വേഷണം നടത്താൻ ഉത്തരവിടണ്ടേ? ആ റിപ്പോർട്ട് ഇവിടെ അന്വേഷണം നടക്കുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ സർക്കാരിന് ഏതായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നൊരു മൊഴിയെടുക്കൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ സാധുത എത്രത്തോളം അത് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ പറയാം. പരാതിയിലാണ് സ്മൃതി, അത് ഇപ്പോൾ കൊടുത്തിട്ടുള്ള അതാണ് പുറത്തെ മൊഴികളിലാണ്, അതാണ് അറിയേണ്ടത്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഒരു SIT രൂപീകരിച്ചിരിക്കുകയാണ്. ആ SIT പോലീസ് ആക്ട് പ്രകാരമല്ല എന്നൊരു വിമർശനം ഉയരുന്നുണ്ട്. ഇത് പോലീസ് ആക്ട് 21(2)B പ്രകാരമല്ല എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനൊരു സാധുതയില്ല, കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാമെന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു SIT രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ മാധ്യമങ്ങൾക്ക് തരും. സാധാരണഗതിയിൽ അതിൽ രഹസ്യാത്മകതയൊന്നും ഇല്ലല്ലോ. പക്ഷെ അത് ഈ SIT അംഗങ്ങൾക്ക് മാത്രമായി കൊടുത്തിരിക്കുന്നു. അത് പുറത്തു വിടേണ്ട എന്ന് തീരുമാനിക്കുന്നു. അതിൽ ലൂപ്പ് ഹോൾസ് ഉള്ളത് കൊണ്ടാണോ? താങ്കൾ എന്താണ് സംശയിക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ ആദ്യ ചർച്ചയിൽ 7 മണിക്ക് തുടങ്ങിയ ചർച്ചയിൽ ശ്രീ അസഫ് അലി ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സാക്ഷികളെ വിളിക്കാൻ, മൊഴികൾ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ, സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാൻ ഒന്നും ഈ SITക്ക് അധികാരമില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ SITയുടെ റോൾ എന്താണ്? മാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മൊഴികളിൽ നിന്നും മാറി നിൽക്കാനാണ് SITയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് പോകണ്ട, ഇപ്പോൾ നടക്കുന്ന വെളിപ്പെടുത്തലുകൾ അതിൽ മതി അന്വേഷണം. ഞാൻ ഈ ഗവൺമെന്റിന്റെ നയം ഈ റിപ്പോർട്ടിൽ അത് വന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായ പല വെളിപ്പെടുത്തലുകൾ, ചില നെടിമാര് വന്ന പബ്ലിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഒക്കെ പറയാൻ ഒരു അവസരം കൊടുക്കുന്നു. ഞങ്ങളൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ആ ടീമിന്റെ മുമ്പിൽ വന്ന് ഈ പരാതികളെല്ലാം സമർപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കണം. ഇതിൽ ആർക്കെങ്കിലും ഒരു പരാതിയുണ്ട്, ഏതെങ്കിലും ഒരു പൗരന് ഒരു പരാതിയുണ്ട്, ഒരു സ്ത്രീ ആയിക്കോട്ടെ, അഭിനേത്രി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരാളായിക്കോട്ടെ, ഒരു പരാതി ഉണ്ട്, പോലീസിന്റെ അടുത്തൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ
എന്തെങ്കിലും വേറെ ഓപ്ഷൻ ഉണ്ടോ? ഇങ്ങനെ ഒരു SIT ഇല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ പോലീസിന് 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഈ SIT രൂപീകരിച്ചതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് പറയാം. പോലീസിൻ്റെ അടുത്ത് ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ എടുക്കാനായിട്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഇല്ലെങ്കിലും ഇതെടുക്കാൻ ബാധ്യസ്ഥരല്ലേ? ഒരു FIR ഫയൽ, ആരെങ്കിലും ഒരു കുറ്റകൃത്യം പോലീസിൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ ആ സംവിധാനം മുന്നോട്ട് പോയില്ലേ? ഇനി SITക്ക് ഇങ്ങനെയുള്ള യാതൊരു അധികാരങ്ങളും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഭാഗം ശ്രദ്ധിച്ചില്ല. SITക്ക് ആളുകളെ വിളിച്ചു വരുത്താനോ ഒക്കെയുള്ള അധികാരമില്ല. പിന്നെ എന്ത് നിയമത്തിന്റെ സാങ്ക്ടിറ്റിയാണ് അതിലുള്ളത്? ക്രിമിനൽ നിയമ നടപടി സംഹിത അനുസരിച്ച് ഇപ്പോൾ BNSS എന്ന് പറഞ്ഞ പുതിയ സംഹിത വന്നു. അതിൽ ഏതൊരു വ്യക്തിക്കും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ അതിനുള്ള ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഇടാനുള്ള ബാധ്യതയുണ്ട്. അതിന്റെ തുടരന്വേഷണം നടത്താൻ പോലീസിന് ബാധ്യതയുണ്ട്. അപ്പൊ പിന്നെ ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇതിപ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ, വനിതാ IG-മാരുടെ നേതൃത്വത്തിൽ ആണ് ഈ അന്വേഷണം നടത്തുന്നത്. അപ്പോൾ അവർക്ക് കീഴിലും വനിതാ പോലീസുകാരാണ്. അപ്പോൾ ഈ മൊഴി കൊടുക്കുന്നവർക്ക് അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടില്ലാതെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ പരാതി പറയുന്നവരുടെ അടുത്തേക്ക് അങ്ങോട്ടാണ് പോകുന്നത്. അവർ പോലീസ് സ്റ്റേഷനിൽ വരികയല്ല. പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് പരാതി കൊടുത്ത് ആ നൂലാമാലകളൊന്നുമില്ല. അവരെവിടെയാണോ പരാതിപ്പെടാൻ ആഗ്രഹിക്കുന്നത് അവിടെ പോയിരുന്ന് അവിടേക്ക് അന്വേഷണ സംഘം എത്തും. അതും നിയമത്തിലെ പ്രൊവിഷൻ ഉണ്ട്. ഇത് സ്ത്രീകളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട, പോലീസിന് നേരിട്ട് വന്ന് മൊഴിയെടുക്കാം. 2 രീതിയിലാണ് ഞാനിതിനെ കാണുന്നത്. ഒന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തെങ്കിലും കോഗ്നൈസബിൾ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൽ പ്രതികളുടെ പേരുണ്ട്, അല്ലെങ്കിൽ ഒരു പോക്സോ കേസിനെ പറ്റിയുള്ള റെഫറൻസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ അന്ന് മുതൽ ഈ റിപ്പോർട്ട് വായിച്ചത് അല്ലെങ്കിൽ ആർക്കാണോ ഇത് സമർപ്പിക്കപ്പെട്ടത് ആ നിമിഷം മുതൽ അവർക്ക് നിയമപരമായിട്ടുള്ള ബാധ്യതയുണ്ട്. അത് വിക്ടിമിന്റെ അല്ലെങ്കിൽ സർവൈവറുടെ പേരാണ് വെളിപ്പെടുത്തരുതെന്ന് ഹേമ കമ്മിറ്റി അത് സ്പെഷ്യലായിട്ട് റെക്കമെൻഡ് ചെയ്തത്. അതല്ലാതെ അതിൽ നിന്ന് പ്രതികളെ രക്ഷിക്കണമെന്നൊരു റെക്കമെൻഡേഷൻ ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. പക്ഷെ അതിൽ പറയുന്ന ഒരു വാദം അവരുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്നതിനൊപ്പം തന്നെ അവർ പറയാൻ തയ്യാറാകുമോ എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. പരാതിപ്പെടാൻ തയ്യാറാകുമോ, നിയമ നടപടികളിലേക്ക് കടക്കാൻ തയ്യാറാകുമോ എന്ന സംശയമുണ്ട് എന്നതാണ് ഒരു വാദം. അത് രണ്ടാമത്തെ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്? ഗവൺമെന്റ് ടേംസ് ഓഫ് റെഫറൻസിനകത്ത് പറയുന്നത് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ സിനിമ, സെക്യൂരിറ്റി എറ്റ്സെട്ര ആൻഡ് സൊല്യൂഷൻസ്, സർവീസ് കണ്ടീഷൻസ്, പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ, ടെക്നിക്കൽ സൈഡിലുള്ള പ്രശ്നങ്ങൾ, മറ്റേണിറ്റി, ചൈൽഡ് കെയർ, ഹെൽത്ത് ഇഷ്യൂസ്, ജെൻഡർ ഇക്വാളിറ്റി, പിന്നെ വിമൻ പാർട്ടിസിപ്പേഷൻ. ഇതാണ് ടേംസ് ഓഫ് റെഫറൻസിൽ പറയുന്ന കാര്യങ്ങൾ. ഇത് ഓരോന്നും പരിശോധിച്ചിട്ട് ഹേമ കമ്മിറ്റി ഇതിനെപ്പറ്റി സ്പെഷ്യലായിട്ട് ഓരോ ഫൈൻഡിങ്സ് പറയുകയാണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ്, പലരും മുന്നോട്ട് വരുന്നില്ലായിരുന്നു, അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ള അഷ്വറൻസ് കൊടുത്തതിന് ശേഷമാണ് വന്നതെന്ന് പറയുന്നു. അതിനുശേഷം ചില ഇൻസിഡൻസ് നാരേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല പാരഗ്രാഫും കട്ട് ചെയ്തിരിക്കുന്നു. വേറൊരു ന്യൂസ് കേട്ടത്, ഈ ഇൻഫർമേഷൻ കമ്മീഷണർ കൊടുക്കാൻ പറഞ്ഞ പാരഗ്രാഫ് പോലും മറച്ചു വെച്ചിട്ടാണ് അത് കൊടുത്തതെന്ന്. അപ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ്. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പാസ്റ്റ്, മറ്റേത് ഫ്യൂച്ചർ. പാസ്റ്റിൽ നടന്ന ഇൻസിഡന്റ് ഏതെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ഉണ്ടെങ്കിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഗവൺമെന്റ് എന്തുകൊണ്ട് അതിന്റെ പുറത്ത് ആക്ഷൻ എടുത്തില്ല, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ നേരത്തെ എന്തുകൊണ്ട് നിയോഗിച്ചില്ല, ഇതിനെപ്പറ്റി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാൻ എന്തുകൊണ്ട് മുതിർന്നില്ല, അതിനുശേഷം ഈ 4.5 വർഷത്തോളം ഇങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്തു എന്ന ചോദ്യം ഹൈക്കോടതിയിൽ നിന്ന് വരും. അതിന് ഗവൺമെന്റ് ഉത്തരം പറയേണ്ടി വരും അടുത്ത ഹിയറിംഗിൽ. രണ്ടാമത്തേത്, ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഇവർ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും സജഷൻസ്, അതായത് ഒരു റിട്ടേൺ കോൺട്രാക്ട് വേണം ആക്ട് ചെയ്യാൻ വരുന്നവരുടെ അടുത്ത് നിന്ന്, അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത് ഈ ഒരു കരാറിൽ ഏർപ്പെടണം നിർമ്മാതാക്കളും അതിന്റെ സംവിധായകരും ആക്ടേഴ്സും ഒക്കെ ആയിട്ട്. പിന്നെ ഫുൾ ഡിസ്ക്ലോഷർ വേണം, ഏതൊക്കെ സീനുകളിലാണ് അഭിനയിക്കേണ്ടി വരുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് പെർഫോം ചെയ്യേണ്ടി വരുന്നതെന്നൊക്കെ ഉള്ളത് ഒരു ആക്ടറിന് അറിഞ്ഞിരിക്കണം നേരത്തെ. പിന്നെ അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനായിട്ട് വളരെ പ്രധാനപ്പെട്ട പല റെക്കമെൻഡേഷൻസ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയെ പറ്റി പറയുന്നുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ചേഞ്ചിങ് റൂംസ്, ട്രാൻസ്പോർട്ടേഷൻ, അസമയത്തൊക്കെ സ്ത്രീകൾക്ക് തിരിച്ച് വീട്ടിൽ പോകണമെങ്കിൽ കൊണ്ടുവിടാനുള്ള സംവിധാനം, ഇങ്ങനെ എത്രയോ റെക്കമെൻഡേഷൻസ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ടോ? അതിനും കോടതിയുടെ ഉത്തരവ് വേണം. ചർച്ചയാണല്ലോ, അതല്ലേ കോൺക്ലേവ്. അതിന് കോൺക്ലേവിന്റെ ആവശ്യമുണ്ട്. ഇത്രയും നാളെ വിദേശ പ്രതിനിധികളടക്കം പങ്കെടുക്കുന്ന കോൺക്ലേവിന്റെ ആവശ്യമുണ്ട് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. അത് നവംബറിലേ ആവുള്ളൂ.
അത്ര തിടുക്കുകയുള്ളൂ. അപ്പൊ ഇത്രയും നാൾ ഇത് നീട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ കോടതി കേസ് വന്നപ്പോൾ ഇവർ നിർബന്ധിതരായിരിക്കുകയാണ്. അത് ഒരു RT ആപ്ലിക്കേഷന്റെ ശേഷമാണ് ഇത് പുറത്തു വന്നത്. അപ്പോൾ അത് ഉദ്ദേശശുദ്ധിയെ തീർച്ചയായിട്ടും മുൾമുനയിൽ നിർത്തുന്ന ഒരു സംഭവമാണ്. ഇനി കോടതിയിൽ വീണ്ടും അതിന്റെ കാണാനിരിക്കുന്നു. ഏറ്റവും വലിയ കോടതി ജനങ്ങളുടെ കോടതിയാണ്. അവിടെ വരുമ്പോൾ ഈ എന്താണ് ഗവൺമെന്റ് ഇത്ര നാള് ആരെയാണ് ഭയന്നത്, വർക്കേഴ്സിന്റെ പ്രൊട്ടക്ട് ചെയ്യുമെന്നൊക്കെ പറയുന്ന ഒരു പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വരാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം പറയാം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഒരു സംശയം കൂടി. ഇപ്പോൾ പുറത്തു വരുന്ന മൊഴികളിലാണല്ലോ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നത്. അപ്പോൾ ഓരോ കേസിലും വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നു, ഇതിന് വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു. ഈ മൊഴി വിശദമായി പരിശോധിച്ച ശേഷമാണ് കേസ് എടുക്കണമോ എന്ന് തീരുമാനിക്കുക. ഇപ്പോൾ പലരുടെയും മൊഴിയെടുക്കലൊക്കെ 3 മണിക്കൂർ 4 മണിക്കൂർ വരെ നീണ്ടു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ നീണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്. ഇതിനുശേഷം ഈ മൊഴി നൽകിയവരുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടൊക്കെ പലരുടെ കാര്യത്തിൽ സംശയമൊക്കെ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ വിശ്വാസ്യതയില്ലാത്ത ചില മൊഴികൾ ഇതിൽ വരികയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ആ അന്വേഷണത്തിൽ ആ തരത്തിലുള്ള പീഡനം നടന്നിട്ടില്ല എന്ന് തെളിയുകയും ഒക്കെ ചെയ്യുമ്പോൾ അപ്പുറത്ത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന മൊഴികൾ അതിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു ചർച്ച ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ലേ? അതാണോ ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? ആകാം. അതിനൊരു എറ്റേണൽ വിജിലൻസ് ഇസ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് പോലെ നമ്മൾ നിരന്തരം ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താണ് നടക്കുന്നത്, ഇതിനകത്ത് വെള്ളം ചേർക്കാനാണോ, ഇതിൽ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് മറച്ചു വെക്കാൻ വേണ്ടി കാരണമില്ലാത്ത അല്ലെങ്കിൽ തെളിവില്ലാത്ത ചില വളരെ ഞാൻ പറയുന്നത് ലളിതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് അത് തെറ്റാണെന്ന് തെളിഞ്ഞു. അപ്പൊ അതിന്റെ മുഴുവനായിട്ടുള്ള സാങ്കത്യത്തെ ചോദ്യം ചെയ്യാനായിട്ടാണോ പലരും മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ജനങ്ങൾ ഇത് മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് മുന്നോട്ട് വന്നിരിക്കുന്ന സധൈര്യം മുന്നോട്ട് വന്നിരിക്കുന്ന ആദ്യത്തെ ആ നടിയെ ആക്രമിച്ച കേസിൽ അവരെ മുന്നോട്ട് വന്ന് നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന ആ സ്റ്റീരിയോ ടൈപ്പ് മാറ്റിയിട്ട് എൻ്റെ മുഖവും എൻ്റെ പേരും ഞാൻ വെളിപ്പെടുത്താൻ തയ്യാറാണ്, ഇത് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായെന്ന് പറഞ്ഞ് തുടങ്ങിയതാണല്ലോ അതിന്റെ ആ തുടക്കം. അതിനുശേഷം ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഹേമ കമ്മിറ്റി ഇത്രയധികം എഴുതിയത് ഇപ്പൊ പബ്ലിക്കിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇത്രയധികം സ്ത്രീകൾ മുന്നോട്ട് വരാൻ ധൈര്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി കൂടി നടക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എത്രമാത്രം സപ്രസ് ചെയ്യാൻ ശ്രമിച്ചാലും ആ പാട്രിയാർക്കി വിവിധ രൂപങ്ങളിൽ പല പാർട്ടികളിൽ പല ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യുകയാണ്. അതിൽ കക്ഷിഭേദമന്യേ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുന്ന രീതിയിൽ ചോദ്യങ്ങളൊക്കെ ഉയരുമ്പോൾ ക്ഷുഭിതരായിട്ടൊക്കെ അല്ലെങ്കിൽ ജനപ്രതിനിധിയാണെന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ട് പലരും പെരുമാറുമ്പോൾ ഇതിനെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ഈ ജനങ്ങളൊക്കെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മീഡിയ ഇത് വിജിലന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കാര്യങ്ങളിൽ ഒരു പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു. ഇത് പബ്ലിക് ലൈംലൈറ്റിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി ഇതിന് പുറകോട്ടൊരു പോക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് പക്ഷേ ഒന്ന് പിടിച്ചു വെച്ച് പതുക്കെ നീങ്ങാമെന്നുള്ള രീതി നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. ബിന്ദു കൃഷ്ണ, ഇതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിലേക്ക് കടക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ആ ഭാഗത്തേക്ക് പോകേണ്ട, പുറത്തു വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകളിൽ കേന്ദ്രീകരിച്ചാൽ മതിയെന്ന്. അതെന്തുകൊണ്ടായിരിക്കാം? അത് തന്നെ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുവാൻ കേരളത്തിലെ പൊതുജനങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ്. അതിനുമപ്പുറത്തേക്ക് ശ്രീ മുകേഷ് അടക്കമുള്ളവരുടെ പേരുകൾ ആ റിപ്പോർട്ടിൽ ഉള്ളതുകൊണ്ടാകാം നമ്മുടെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഖണ്ഡികകളും പേജുകളും പുറത്തേക്ക് വിടാതെ സൂക്ഷിച്ചു വെക്കുന്നത്. 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലുള്ള നിരവധി പ്രധാനപ്പെട്ട വിവരങ്ങൾ, അത് ലൈംഗിക ചൂഷണം മാത്രമല്ല മറ്റെല്ലാം ചേർന്നുള്ള സിനിമാ രംഗത്തൊരു ശുദ്ധീകരണത്തിനും ആവശ്യമായ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ഇവരെ പോലെ ശ്രീ മുകേഷിനെ പോലെയുള്ളവരെ സംരക്ഷിക്കുക എന്ന ശ്രീ പിണറായി വിജയൻ്റെ ലക്ഷ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. നിയമപ്രകാരം അത് വലിയ തെറ്റാണ്. പുതിയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരമായാലും ഭാരതീയ ന്യായ സംഹിത പ്രകാരമായാലും പോക്സോ ആക്ട് പ്രകാരമായാലും അത് BNSSൻ്റെ സെക്ഷൻ 176(1) അതുപോലെ BNSൻ്റെ സെക്ഷൻ 199(C) അതുപോലെ പോക്സോ ആക്ടിൻ്റെ 21 സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ മറച്ചു വെക്കുന്നതും കുറ്റകരമാണ്. അത് മറച്ചു വെക്കാൻ നേതൃത്വം നൽകിയത്, ഈ കുറ്റകൃത്യങ്ങൾ മറച്ചു വെക്കാൻ നേതൃത്വം നൽകിയത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. എന്നിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായെങ്കിലും പുറത്തു വന്നപ്പോൾ ഉണ്ടായ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമാ രംഗത്തെ പ്രിയപ്പെട്ടവർ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് നിർഭയരായി പൊതുമണ്ഡലത്തിൽ വന്ന് പറയുകയും അത് സംബന്ധിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വെച്ച് ഞങ്ങളിത് അന്വേഷിക്കുന്നു എന്ന ധാരണ പരത്തിയിട്ട് അതിൽ ആ അന്വേഷണം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ 7 അയലത്തേക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ
വീണ്ടും ഉറക്കെ കേരള സർക്കാർ പറയുകയാണ്, ഞങ്ങൾക്ക് മറച്ചു പിടിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, ഞങ്ങൾക്ക് ഒളിച്ചു വെക്കാൻ കുറ്റവാളികളുണ്ട്, കുറ്റവാളികളോടൊപ്പമാണ് സർക്കാർ. ശ്രീ ഷുക്കൂർ അടക്കമുള്ളവർ ഇവിടെ പറയുന്നത് പോലെ പലപ്പോഴും ചർച്ചകളിൽ പങ്കെടുക്കുന്നവരോ നേരിട്ട് നമ്മൾ സംസാരിക്കുന്നവരോ ആയ CPM-ന്റെയും LDF-ന്റെയും ഉന്നത നേതാക്കന്മാരും സഹയാത്രികരും പറയുന്നത് പോലെ ഇടതുപക്ഷ സർക്കാർ എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയാണ്, സർക്കാർ ഒപ്പമുണ്ട്. പക്ഷേ ഇന്ന് വരെയുള്ള കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ CPM-ഉമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എതിരെ സ്ത്രീവിരുദ്ധമായ ആരോപണങ്ങൾ, അവരുടെ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയതിൻ്റെ ആരോപണങ്ങൾ വന്നാൽ ഒരിടത്ത് പോലും ഇരയോടൊപ്പം ഈ സർക്കാർ നിൽക്കുന്നത് നമ്മൾ ആരും ഇന്നുവരെ കണ്ടിട്ടില്ല. കേവലം രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമല്ല. പ്രധാനപ്പെട്ട നടനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിച്ചില്ലേ? ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതൊരു സത്യവുമാണല്ലോ. അവർ എങ്ങനെ സത്യമാവും? സ്മൃതി ഓർക്കുന്നില്ലേ ആ ദിവസങ്ങൾ? നടി ആക്രമണം. ഞാനന്ന് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ ഉൾപ്പെടെ എത്ര സമരങ്ങളാണ് നടത്തിയത്. എന്നിട്ട് പൾസർ സുനിയെ പിടിച്ച് അന്ന് PT തോമസ് എന്നൊരാൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇതിലേക്ക്, ഈ ആക്രമണത്തിലേക്ക് വെളിച്ചം വീണ്ടുന്ന സിനിമാ രംഗത്ത് ഇന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വരാൻ കാരണമാവുകയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അടക്കം നേതൃത്വത്തിൽ കൊടുത്ത സഹായം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത ദിവസം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാ, പൾസർ സുനിയിൽ അവസാനിക്കുന്നതാണ് എന്നുവെച്ചാൽ മുന്നോട്ട് അന്വേഷണം വേണ്ടെന്ന്. WCC അടക്കമുള്ളവരെ ക്രിയാത്മക ഇടപെടലും പൊതുസമൂഹത്തിന്റെ, പ്രതിപക്ഷത്തിന്റെ, മാധ്യമങ്ങളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് WCC കർശന നിലപാടെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. അതുപോലെ പ്രമുഖ നടനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അല്ലാതെ കേരളത്തിലെ സർക്കാർ ഓടി വന്ന് കുറ്റകൃത്യം കണ്ടപ്പോൾ കേരള പോലീസ് അന്വേഷിച്ച് ഓടി പിടിച്ചതൊന്നുമല്ല. എത്രയെത്ര സമരങ്ങൾ, എത്രയെത്ര പ്രതിഷേധങ്ങൾ മാധ്യമങ്ങൾ എല്ലാ ദിവസവും ചർച്ചയാക്കി, ഓരോ ഏടും ഒപ്പിയെടുത്ത്, ഓരോ കണിക പോലും തെറ്റാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നത് കൊണ്ടാണ് ആ പ്രമുഖ നടനിലേക്ക് അടക്കം എത്തിയത്. എന്നിട്ട് എന്തായിപ്പോ? എത്ര പേരാ കൂറുമാറിയത് സിനിമാ രംഗത്തുള്ളവർ? അവർ കൊടുത്ത മൊഴി അവർ തന്നെ മാറ്റി പറയുന്നു. ഭയമുണ്ട്, ആശങ്കയുണ്ട്. ഇങ്ങനെ വലിയ നേതാക്കന്മാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ബിന്ദുവിന്റെ സുഹൃത്ത് ജിബിൻ അവർക്ക് സ്വീകരണം നൽകി സെൽഫി എടുത്തു. അതാണ് നമ്മൾ കണ്ടത്. ആ പ്രമുഖ നടൻ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോ ബിന്ദുവിന്റെ സഹോദരി അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് സൗകര്യം ഒരുക്കി കൊടുത്തതും ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. മുനിസിപ്പാലിറ്റി അയാൾക്ക് സ്വീകരണം കൊടുത്തു. നമ്മൾക്ക് ബിന്ദു, ഇത് രാഷ്ട്രീയം കളിക്കേണ്ട സ്ഥലമല്ലെന്ന്, മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നവുമായി ബന്ധപ്പെട്ട സംഗതിയാ. നിങ്ങളുടെ കോൺഗ്രസ് വളരെ ഗുരുതരമായ നിങ്ങൾ ഏത് നിങ്ങൾ എന്തായി പറയുന്നത്? രാഷ്ട്രീയമില്ലെങ്കിൽ മുകേഷിനെ ഇങ്ങനെ സംരക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. രാഷ്ട്രീയമില്ലെങ്കിൽ മുകേഷിനെ ഇങ്ങനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല എന്നൊരു മറു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. നമുക്ക് തിരിച്ചെത്താം. ഇടവേളയ്ക്ക് സംരക്ഷിക്കും സ്മൃതി. ഞാൻ പറയട്ടെ സ്മൃതി, അല്ല, ആരാണ് ഇപ്പൊ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? രാജിവെച്ചോ? ഏതെങ്കിലും സ്ഥാനത്ത് നിന്ന് രാജിവെച്ചോ? എന്ത് വരട്ടെ? അല്ല, എപ്പോഴാണ് മുഹൂർത്തം? എപ്പോഴാണ്? അല്ല, എന്ത് വരട്ടെ എന്ന് ആരാണ് ഇതിന് സമയം നിശ്ചയിക്കുന്നത്? ശ്രീ ഷുക്കൂർ, ഇവിടെ ഓരോ ആക്ടും ഉണ്ടായിട്ടുള്ളത്, സർക്കാരിന്റെ ഭാഗത്ത് ഓരോ ആക്ടും ഉണ്ടായിട്ടുള്ളത് അങ്ങേയറ്റം സമ്മർദ്ദം വന്ന ശേഷമാണ്. അങ്ങേയറ്റം സമ്മർദ്ദം വന്ന ശേഷമാണ് ശ്രീ ഷുക്കൂർ. നമ്മളോടൊപ്പം പരാതിക്കാരി കൂടി, ഇന്ന് മൊഴി കൊടുത്ത പരാതിക്കാരി കൂടി ചർച്ചയിൽ ചേരുകയാണ്. ഞാൻ താങ്കളുടെ പേര് പറയുന്നില്ല, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം മാം. ഇന്ന് മൊഴി കൊടുത്തല്ലോ അല്ലേ? ഇന്നലെ നമ്മൾ ഇമെയിൽ വഴി നമ്മൾക്ക് പറയാനുള്ള സ്റ്റേറ്റ്മെൻറ്റും കംപ്ലൈൻറ്റുമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി തന്നെ വീട്ടിൽ നിന്ന് കുറച്ച് പ്രഷറുള്ളത് കൊണ്ട് ഞാനും ഒരു സമയം ചോദിച്ചു മൊഴി കൊടുക്കാനും. അല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചെല്ലാവുന്നതേ ഉള്ളൂ. എങ്കിലും വേറെ കുറേ ഫാമിലി ഇടപെടലുകൾ കാരണം എനിക്ക് കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഏത് സമയത്തും ഞാൻ മൊഴി കൊടുക്കാൻ വിളിച്ചാലോ എങ്ങനെയാണെങ്കിലും സഹകരിക്കാൻ തയ്യാറാണ്. കാരണം 13 വർഷം മുമ്പ് നടന്നൊരു സാധനം ഞാനത് ഇപ്പോൾ ആർക്കെങ്കിലും ഒരു ശിക്ഷ വാങ്ങി കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാത്രമായിട്ടല്ല. ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് അത് കള്ളമാണെന്നും ഞാൻ വെറുതെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആരുടെ കയ്യിൽ നിന്ന് 2 കോടി രൂപ കൈപ്പറ്റാൻ വന്ന ഒരാളായിട്ടും ഒക്കെ സോഷ്യൽ മീഡിയ അടക്കം അല്ലെങ്കിൽ ഇത്തരത്തിൽ അലിഗേഷനിൽ പെട്ട ആളുകൾ
ആളുകളാവണമല്ലോ. സ്വാഭാവികമായിട്ട് എനിക്ക് നേരെ ഒരുപാട് ആയുധങ്ങൾ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ അത് തെളിയിക്കേണ്ടത് എൻ്റെ കൂടെ ആവശ്യമായതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ സ്പെഷ്യൽ അന്വേഷണ കമ്മിറ്റിക്ക് മുമ്പാകെ മെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പൂങ്കുഴലി IPSുമായിട്ട് നേരിട്ട് 5 മിനിറ്റ് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നാളത്തോടെ തീരുമാനത്തിലെത്തും. അപ്പോൾ ഞാനൊരു NGO റൺ മൊഴി കൊടുക്കണോ എന്ന് നാളെ തീരുമാനിക്കുമെന്നാണോ? അങ്ങനെ അതായത് മാഡം അല്ല, വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ എനിക്കൊരു NGO ഉണ്ട്, ഡൽഹിയിലാണ് ആ NGO. അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചില പ്രത്യേക കാരണങ്ങൾക്ക് ഡൽഹി പോകണം, കുറേ അധികം കാര്യങ്ങൾക്ക് നിൽക്കുന്ന ആ സമയം ആയതുകൊണ്ട് തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് ഒന്നുകിൽ ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് നമ്മൾ കള്ള ആരോപണം ഉന്നയിച്ച് കുറേ പേരെ കെട്ടിയിറക്കിയെന്ന് ആരൊക്കെയോ പറഞ്ഞു. അതിൻ്റെ ഒരു ആക്ഷേപം എന്നെപ്പോലെ ഒരാളുടെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടായിരുന്നു നമ്മൾ കറക്റ്റായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നാളെ എത്രയോ അടുത്ത ദിവസം ഈ വ്യക്തിയുടെ മുഖം നമ്മൾ പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതിനെ വിഡ്രോ ചെയ്താലും നമ്മൾ കൊടുത്തതൊരു വ്യാജ ആരോപണമായിരുന്നു, അത് പൈസയ്ക്ക് വേണ്ടി വന്നു, പൈസ കിട്ടി ആൾ ഒഴിഞ്ഞു പോയി എന്നുള്ള രീതിയിൽ തന്നെ അടിയിൽ കൂടെ ഇങ്ങനത്തെ വാർത്തകളും വരും. എൻ്റെ ഡിഗ്നിറ്റി അത് ജീവിതകാലത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് എൻ്റെ ബാക്കിയുള്ള എൻ്റെ കുറേ കാര്യങ്ങളും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾ അല്ലെങ്കിൽ ഈ ഹരാസ്മെൻറ്റിൽ ഇടപെട്ട സ്ത്രീകൾക്ക് വേണ്ടിയും ഈ ചലച്ചിത്ര മേഖലയിലെ വൃത്തികേടുകൾ തുറന്നു കാട്ടി അവിടെ ഒരു ക്ലിയറൻസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് എന്ത് താങ്കൾക്ക് എവിടെ നിന്നെങ്കിലും സമ്മർദ്ദമുണ്ടോ? വീട്ടുകാരുടെ സമ്മർദ്ദമല്ലാതെ പുറത്തുനിന്ന് ഏതെങ്കിലും കോളുകളോ ഭീഷണിയോ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് കോളുകൾ വരുന്നു. രാത്രി 12 മണിക്ക് ശേഷം കോൾ വരുന്നു, ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. ഒരാൾ വന്നിട്ട് കുറേ വാട്സപ്പിൽ ഓഡിയോ അയച്ചു. ഇന്നലെ ആണ് അത് ഓഡിയോ വരുന്നത്. ഇത്രയും വലിയ നടനെതിരെ എന്തിനാണ് നിങ്ങൾ ഇറങ്ങുന്നത്? നിങ്ങളെക്കുറിച്ചൊരു ബഹുമാനം ഉണ്ടായിരുന്നു, നിങ്ങൾ അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു യഥാർത്ഥ ഇൻസിഡൻറ്റ് നടന്നത് പോലും നമുക്ക് പറയാൻ പറ്റാതെ അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ നിൽക്കുക. എന്തിനാണ് പറയുന്നത് എന്ന് മാത്രമാണോ അതോ ജീവന ഭീഷണിയുള്ള തരത്തിൽ എന്തെങ്കിലും ആ തരത്തിലുള്ള സമ്മർദ്ദമുണ്ടോ? അത് അങ്ങനെ എനിക്ക് ഭയമില്ല മാഡം. അങ്ങനെ ആ ഓഡിയോ ഫുള്ള് ഞാൻ കേട്ടിട്ടില്ല. കാരണം എനിക്കൊരു ഇറിറ്റേഷൻ വന്നതുകൊണ്ട് ആ ഓഡിയോ കംപ്ലീറ്റ് എടുത്ത് ഡിലീറ്റ് ചെയ്യുക. അത് ആ ഓഡിയോ അന്വേഷണ സംഘത്തിന് കൈമാറണ്ടേ? ആ ഓഡിയോ അന്വേഷണ സംഘത്തിന് കൈമാറണ്ടേ? അതെന്താണ് ചെയ്യാഞ്ഞത്? ഉറപ്പായിട്ടും അത് റീകളക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആ നമ്പറുകളെല്ലാം സ്ക്രീൻഷോട്ട് എടുക്കുകയും വന്നതെല്ലാം പ്രത്യേക ഒരു മെയിലോട്ട് സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറും. അതിൻ്റെ കൂടെ അവർക്ക് പേടി ഉണ്ടാവണം ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഇത് ഞാൻ ആരോപണത്തിൽ പെടുത്തിയ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വ്യക്തി മാത്രമാണ് ഇതിൻ്റെ പുറകിലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയതും ഞാൻ ചലച്ചിത്ര മേഖലയിൽ കണ്ട കുറേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളെക്കാളും ഞാൻ ഭയക്കുന്നതല്ല, ഞാൻ സംശയിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുക. സംശയിക്കുന്നത് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആരുടെയൊക്കെ മുഖംമൂടികൾ കൂടുതൽ അഴിയും നമ്മളെപ്പോലെ ആളുകൾ ഇതിനകത്ത് ഇറങ്ങി എന്നുള്ളൊരിത് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവളെ ഒതുക്കുക എന്നുള്ള എൻ്റെ വാട്സപ്പ് ഇന്ന് രാവിലെ ഞാൻ പ്രസ് മീറ്റ് കഴിഞ്ഞ് 2 കോള് വന്നതിന് ശേഷം നാഷണൽ മീഡിയ എന്തോ സംസാരിച്ചു 2 മിനിറ്റ്. അത് കഴിഞ്ഞ ഉടനെ വാട്സപ്പ് ഫുള്ളി ഹാക്ഡ്. അത് ഇത് ചെയ്ത് റിപ്പോർട്ട് അടിച്ച് ഹാക്ക് ചെയ്തെന്ന് തോന്നുന്നു. ഒരു വാട്സപ്പ് പോയത് കൊണ്ടൊന്നും ഒന്നും സംഭവിക്കുന്നില്ല. അത് ഈ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു തരം വാശി എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയുള്ള ഒരാളെ അല്ലായിരുന്നു. ബിക്കോസ് ഇപ്പം എനിക്ക് വന്നൊരു സാധനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സിനിമാ മേഖലയിൽ 18 വയസ്സ് പോലും തികയാത്ത കുട്ടികൾക്ക് നേരെ കൈപൊക്കാൻ ആളുകൾക്ക് ധൈര്യമുള്ള കാലത്തോളം അല്ലെങ്കിൽ അതിനൊക്കെ ഒത്താശ വയ്ക്കുന്ന ഒരു സമൂഹം അതിനകത്തുണ്ട് എന്നുള്ള സത്യമാണ്. അതിന് എന്നെ കൊന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരി, ഒരാൾക്കെതിരെ മാത്രമാണോ പരാതി നൽകിയിരിക്കുന്നത്? മരിക്കാൻ യാതൊരു ഭയവും ഇല്ല. ഒരാൾക്കെതിരെ മാത്രമാണോ പരാതി നൽകിയിരിക്കുന്നത്? ഞാൻ 2 പരാതി, അതായത് ഇപ്പം സ്പെഷ്യലി ഞാനൊരു കാര്യമാണ് ഫോക്കസ് ചെയ്ത് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തത്. വേറെ 2 ആളുടെ കാര്യം പറഞ്ഞിരുന്നു, അതിലൊരാൾ മരണപ്പെട്ടു പോയി, അതിനി കൊണ്ടുപോയിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു ലൊക്കേഷനിൽ നടന്നൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു അലിഗേഷൻ എൻ്റെ മുമ്പിൽ വന്നിരുന്നു, അതും ഞാൻ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു. പക്ഷെ അത് ഡയറക്റ്റ് എന്നെ ബാധിക്കുന്ന കാര്യമില്ല, വേറെ 2 പെൺകുട്ടികളെ ബാധിക്കുന്നതെന്ന്. അവരാരും ഇതിലോട്ട് വരാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നിനും വരത്തില്ല. അപ്പം നമ്മൾ വെറുതെ അത് നമുക്ക് നിലനിൽക്കുന്ന ഒരാൾക്കെതിരെയാണ്
താങ്കളുടെ പരാതി. അടുത്ത എന്റെ ചോദ്യം താങ്കൾ ഒരാളാണ് നമുക്ക് എല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു യുവനടൻ. ആ യുവനടൻ എങ്ങനെയാണ് എന്ന ലക്ഷണങ്ങൾ സഹിതമാണ്, താങ്കൾ പേര് പറഞ്ഞിരുന്നില്ല, ബാക്കി എല്ലാ ലക്ഷണങ്ങളോടും കൂടി നമുക്കൊരു പേരിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്ന വിധത്തിലുള്ള തെളിവുകൾ നൽകി. അതിനുശേഷം അങ്ങനെയാണല്ലോ തുടക്കത്തിൽ സംസാരിച്ചത് അല്ലേ, ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളോട്. അതിനുശേഷം താങ്കൾ ഈ പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്ന വ്യക്തി സമീപിക്കുമ്പോൾ ഞാൻ ഇന്നയാളെ ഉദ്ദേശിച്ചിട്ടില്ല, ഇന്നയാൾക്കെതിരെ എനിക്ക് ആരോപണമില്ല എന്ന് താങ്കൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതാണ് ഈ പേര് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഈ മാധ്യമ പ്രവർത്തകർ, ആ പേരാണോ അവർ ആവശ്യപ്പെടുന്ന ഒരു പേര്, അതിനിപ്പോൾ ഞാൻ റിവീൽ ചെയ്യുന്നിട്ടില്ല. അവരൊരു പേര് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ശേഷം ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പേര് പറഞ്ഞാലും ഞാൻ അല്ലാന്നേ പറയുള്ളൂ, ഇനി നിങ്ങൾ 2-3 പേര് പറഞ്ഞാലും അതും ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ. കട്ട് ചെയ്ത് ഈ പേര് ഒരു സെക്കൻഡ് അല്ല മാഡം, ഒരു സെക്കൻഡ് മാഡം, ഞാൻ അതിലേക്ക് വന്നോട്ടെ. അപ്പം അതായത് ഈ പറഞ്ഞ ആളിൻ്റെ പേരും അല്ല എന്ന് പറയുന്ന സാധനം കൂടെ എടുത്ത് പേസ്റ്റ് ചെയ്തിട്ട് ഒരാൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് പേരും പറയുന്നു, അല്ല എന്ന് പറയുന്നു. അപ്പം ഏതാളോ ആവട്ടെ, ആരോപണ വിധേയനോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ആളോ നിങ്ങൾ ഉദ്ദേശിച്ചതോ അല്ല, അങ്ങനെ ആവട്ടെ. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ആ വീഡിയോയിൽ അങ്ങനെയല്ല പറഞ്ഞത്. കാരണം ഫേസ്ബുക്കിലും എല്ലായിടത്തും അങ്ങനത്തെ ഒരു ഇത് വന്നു. സോണിയ മൽഹാർ പറഞ്ഞു ഇന്ന ആളല്ല, വന്ന ആളിനെ തല്ലി വിട്ടു, അതുകൊണ്ട് ഇയാളല്ല. അങ്ങനെ ഞാൻ ആർക്കും ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുമില്ലായിരുന്നു. ആ ഒരു പേരിലേക്ക് അത്തരം ഒരു സന്ദർഭം, അതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് പറയേണ്ടി വന്നത് ഇത്തരത്തിലുള്ള കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളും ട്രോളുകളും ഒക്കെ ഇറങ്ങി ഞാൻ അപ്പം തന്നെ അവരത് ആഘോഷമാക്കി. കണ്ടോ വെറുതെ ഒരാളുടെ പേര് ചീത്തയാക്കിയെന്ന്. ആ ആളാണോ ഈ ആളാണോ എന്നൊന്നും ഞാൻ ഇതുവരെ ആരുടെ പറഞ്ഞിട്ടില്ല. ശരി, ഞാൻ ഒരു ചോദ്യം കൂടി. താങ്കൾ പറഞ്ഞു വെച്ച ലക്ഷണങ്ങൾ വെച്ച് ആ സമയത്ത് മാധ്യമപ്രവർത്തകർ ആ നടനെതിരെ വേറെയും പരാതിയുണ്ട്, അതിന്മേൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഒരാളിലേക്ക് പേര് ഉന്നയിച്ചു, പേര് പറഞ്ഞില്ല, പക്ഷേ ഇന്ന ആളാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില തെളിവുകൾ നൽകി. അതിനുശേഷം അതായത് ഒരു സിനിമ ചിത്രീകരണത്തിൻ്റെ ഒരു വർഷം താങ്കൾ പറയുന്നുമുണ്ട്. അതിനുശേഷമുള്ള ഏതെങ്കിലും വർഷങ്ങളിൽ നിങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കുകയും പിന്നീട് നല്ല ബന്ധത്തിലാവുകയും ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തിനൊപ്പമുള്ള പിന്നീടുള്ള ചിത്രങ്ങളടക്കം താങ്കൾക്കെതിരെയുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ചോദ്യം. എത്രയോ ചാനലുകൾ എനിക്ക് റിപ്പോർട്ടറിൽ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പല വ്യക്തികൾ, ഈ പറയുന്ന വ്യക്തികളുമായിട്ടുള്ള സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പല വേദികളിൽ പല സ്ഥലത്തും ഈ സിനിമാ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഈ പറയുന്ന ആളുകളുമായിട്ട് നമ്മൾക്ക് പല സമയത്തും ബന്ധപ്പെടണം. പിന്നെ എന്നോട് തെറ്റ് ആ സമയത്ത് ചെയ്തത് ആ സ്പോട്ടിൽ ഞാൻ പ്രതികരിക്കുകയും ആ സ്പോട്ടിൽ തന്നെ മാപ്പ് പറയുകയും ചെയ്തത് കൊണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ക്ലോസ് റിലേഷൻ ഇല്ലെങ്കിൽ ഏത് സമയത്തും ഒരു തരത്തിൽ താങ്കൾ ക്ഷമിക്കുകയും മാപ്പ് കൊടുക്കുകയും ചെയ്തതിൽ പിന്നെ റിവീൽ ചെയ്തതിൽ അർത്ഥമെന്താണ്? മാഡം, അതാണ് പോയിന്റ്. അതായത് ഞാൻ ഈ ഹേമ കമ്മിറ്റിയെ കുറിച്ച് ഉള്ള ഒരു റിപ്പോർട്ടിൻ്റെ ചർച്ചയ്ക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ, നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടോ എന്ന് ഒരു മീഡിയ ചോദിക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ വന്നൊരു കാര്യം ആദ്യം ഓർമ്മ വന്നു. കാരണം ആദ്യത്തെ ഇൻസിഡൻ്റ് അതാണ്. അപ്പോൾ അത് പറയാതെ അത് അയ്യോ ഒന്നുമില്ല കേട്ടോ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയാൻ എൻ്റെ മനസാക്ഷിക്ക് അനുവദിക്കാത്തത് കൊണ്ടും ഇത്രയും പെൺകുട്ടികളുടെ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടും അന്യ ഭാഷക്കാരിയായ ശ്രീലേഖ മിത്ര മാമിനെ പോലെയുള്ള ആളുകളുടെ വിഷയങ്ങൾ ഇവിടെ വരികയും ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളിലേക്ക് വരെ അത് പോവുകയും ചെയ്തപ്പോൾ നാണക്കേട് കൊണ്ട് ഇനി പറയാതിരുന്നിട്ട് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കും വന്നല്ലോ എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എനിക്കും ഇങ്ങനെ വന്നു. അതായത് ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ താങ്കളുടെ മനസ്സ് വേവർ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നുകൂടി ചോദിക്കുക, ഒറ്റ ചോദ്യത്തിൽ അവസാനിപ്പിക്കാം. താങ്കൾ ഈ പറയുന്ന താങ്കൾക്ക് അല്ലല്ല ഒരു മിനിറ്റ്, താങ്കൾ നേരത്തെ സംസാരിച്ച് ക്ഷമിച്ച വ്യക്തിയെക്കുറിച്ച് ഇനി നിയമപരമായി ആ കേസുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ പ്രത്യേക അന്വേഷണ സംഘം മുൻപാകെ തെളിവുകൾ നൽകാൻ പോകുന്നുണ്ടോ? ആവശ്യപ്പെട്ട, അതായത് അതാണ് എനിക്ക് മുമ്പിൽ ഒരു ആരോപണം വന്നു. ഞാൻ പറഞ്ഞത് ഒരു വെറുതെ ഉള്ള ഒരു ആരോപണമാണെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് തോന്നി അത് ഫയൽ ചെയ്യണമെന്ന് തോന്നി. അതൊരു എൻ്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം മെയിൽ കൊടുക്കുന്നതിൽ അവസാനിപ്പിക്കുകയാണ്. ഇവരുടെ ഒരു പ്രൊസീജിയർ അറിയാമല്ലോ. അന്വേഷണ സംഘം നിങ്ങളുടെ മൊഴിയെടുക്കും, തെളിവുകൾ ചോദിക്കും, സാക്ഷികളുണ്ടോ എന്ന് ചോദിക്കും, അതിനുശേഷം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെ ചോദ്യം ചെയ്യും. ഇതൊക്കെ ചെയ്യും. അതിലേക്ക്
അതിലേക്ക് കടക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ? അതെ അതെ അറിയാം. അത് ആ ഒരു വിഷയത്തിലാണ് എനിക്ക് വീട്ടിൽ നിന്ന് എനിക്കിപ്പോൾ നമ്മളുടെ വീട്ടിലെ ഒരു പിന്തുണയില്ലാതെ എന്തായാലും ഇതിലേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് നിങ്ങൾ ഈ ചെയ്യുന്നതിലെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? അവർക്കും പ്രശ്നങ്ങളുണ്ട്. ഒരു മിനിറ്റ്, നിങ്ങൾ ഗൗരവത്തിൽ, അതായത് ഇനി അയാളിൽ നിന്ന് എനിക്കൊരു മോശം അനുഭവം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞ ഒരു കേസ് വീണ്ടും ഉയർത്തുമ്പോൾ അപ്പുറത്ത് ജനുവിനായ ഒരുപാട് കേസുകൾ ഉണ്ടാകും. അതിനെ കൂടി ദുർബലപ്പെടുത്താനേ താങ്കളുടെ ഈ മാറി മാറിയുള്ള നിലപാട് സഹായിക്കുകയുള്ളൂ. അതൊന്ന് ആലോചിക്കൂ. കണക്ട് ചെയ്യാവോ? കേൾക്കാമോ? ഒറ്റ കാര്യമേ ഉള്ളൂ. താങ്കൾ ഇങ്ങനെ വേവർ ചെയ്യുന്നതായിട്ട് സംശയിക്കുന്നുണ്ട്. താങ്കൾക്ക് ഇപ്പോൾ പരാതിയില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് അതിന്മേൽ ഇനി പരാതി കൊടുത്തുകൊണ്ട് അതിന്മേലൊരു മേൽ നടപടി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ താങ്കൾ പിന്മാറുന്നതല്ലേ നല്ലത്? കാരണം വളരെ ജെന്യുവിനായ കേസുകൾ, വലിയ രൂപത്തിലുള്ള പീഡനങ്ങൾ നടന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. അവരുടെ മൊഴിയെടുക്കുന്ന രൂപത്തിലേക്ക് അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. അതിനിടയ്ക്ക് ഈ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്നവരുടെ പ്രതികരണം വരുന്നത് അവരെ കൂടി ബാധിക്കും. അല്ല, അതിപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും പേഴ്സണൽ സ്പേസ് ആണല്ലോ മാഡം. ഞാൻ ഈ വ്യക്തിയുടെ പേര് പറയും. എന്തായാലും ഇതിന്ന് പിന്മാറിയാലും അപ്പോൾ എനിക്കും ഉണ്ടാവുന്ന നിങ്ങൾ പറയുന്ന പോലത്തെ ഈ ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നം വരും. അപ്പോൾ ആളുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്ന് എന്നോട് മാപ്പ് ചോദിച്ച് പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് തൽക്കാലം ഇല്ല കേസ്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. രണ്ടായാലും ഞാൻ ആളുടെ പേര് റിവീൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ അദ്ദേഹത്തിന് ശിക്ഷ, ഇപ്പം നമുക്ക് ഇവിടുത്തെ നിയമ നടപടികളെ കുറിച്ചൊക്കെ ബോധ്യപ്പെട്ടല്ലോ. തെളിവ് കൊടുക്കാനോ അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വന്നാലോ ഒക്കെ സഹകരിക്കുന്നതിനോ ഇതിനി വീണ്ടും ഒരു കേസിലേക്ക് വേറെ ഏതെങ്കിലും ഒരു സമ്മർദ്ദം വന്നാൽ കൊടുക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നമില്ല. എക്സാക്ട്ലി നടന്നൊരു കാര്യം അത് പറഞ്ഞപ്പോൾ അത് കള്ള ആരോപണമാണെന്ന് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ കൊടുക്കുകയും എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ഫാമിലിയുടെ ഒരു സപ്പോർട്ടില്ലാതെ തുടർന്ന് അങ്ങോട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, എനിക്ക് 2 ആൺകുട്ടികളാണ്, ഹസ്ബൻഡ് മരണപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ, പക്ഷേ ഈ വ്യക്തിയുടെ പേര് പറയാതെ ഞാൻ ഇത് വിഡ്രോ ചെയ്താൽ എനിക്കുണ്ടാകുന്ന എൻ്റെ ഒരു ക്രെഡിബിലിറ്റിയെ ബാധിക്കും. അല്ലാതെ എൻ്റെ ഒരു മനസ്സിൻ്റെ വ്യക്തിപരമായ ഒരു ചാഞ്ചാട്ടം അല്ല. നമ്മളിപ്പോൾ എന്താണ് ഫൈറ്റ് ചെയ്ത് അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കേസ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാളുടെ പേര് ഞാൻ 1-2 ദിവസത്തിനുള്ളിൽ പറഞ്ഞിരിക്കും. ഇത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോടും പറഞ്ഞൊരു കാര്യമാണ്. ശരി, വളരെ നന്ദി. നമുക്ക് സമയക്കുറവ് മൂലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.